ഹായ് ഇഗ്നോ പഠിതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ ബികോമാർക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ, ഏതാണ് പേപ്പറിന്റെ പേര്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഏതാണ്? BCOS 183 അല്ലെ? പ്രധാനപ്പെട്ടൊരു പേപ്പർ തന്നെയാണ് ഇത്. BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് ഗസ്റ്റ് പേപ്പറാണ് മക്കളെ. ഗസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 5-6-7 എക്സാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്, അതിന്റെ ഇഗ്നോ സ്റ്റൈലിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇഗ്നോ മോഡലിൽ നമുക്ക് എങ്ങനെ നല്ല രൂപത്തിൽ ഫുൾ മാർക്ക് കിട്ടുന്ന രൂപത്തിലുള്ള ആൻസർ നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെറിയൊരു ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആരെയാണ് മക്കളെ? 2026 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ മുഴുവൻ ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പേപ്പറാണിത്. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കൂ. 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 ബ്ലോക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, 14 പേജ് ഓഫ് ആൻസർ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു PDF കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പ്ലസ് അല്ലെ, ഏകദേശം 14 ക്വസ്റ്റ്യൻ പ്ലസ് അതിന്റെ ആൻസർ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോന്നിനും വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അതിന്റെ ആൻസർ ഒക്കെ ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ ബാക്കിയുള്ള മുകളിലൊക്കെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അയച്ചുതരും. എക്സാമിന് നമുക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാനും ബാക്കിയുള്ള എല്ലാ പർപ്പസും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വാട്സപ്പിൽ PDF ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചുതരാം. കൂടുതൽ ലാഗ് ആക്കുന്നില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തി വെക്കാം കേട്ടോ. എന്നാൽ നമ്മൾ ഇവിടുന്ന അപ്ഡേറ്റുകൾ, പുതിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യഥേഷ്ടം കിട്ടുന്നതാണ്. ബികോം ഇൻഷാല്ലാ ബികോമിന്റെ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെമസ്റ്ററിലുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ട് പ്രോബ്ലം വർക്കുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല സപ്പോർട്ടുകൾ എന്ത് ചെയ്യും, ഈ ചാനൽ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, പ്രൊവൈഡ് ചെയ്തു തരുന്നതാണ്. നല്ല നല്ല ഫാക്കൽറ്റീസുകൾ അല്ലെ, നമ്മൾ MCOM എടുത്തിട്ടുള്ള JRF ഒക്കെ ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് നമ്മളെ കയ്യിലുണ്ട്. അവരൊക്കെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ ചെറിയ എമൗണ്ടുകൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകളൊക്കെ തരാനുള്ള പ്ലാൻ ഒക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കമന്റ് ബോക്സിലായിട്ട്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫാമിലി മെമ്പർ ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാവണം. ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ഉപയോഗപ്പെടുത്താം കേട്ടോ. അല്ല ഇഗ്നോന്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നോക്കൂ മക്കളെ, ഏതാണ് 14 ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട 14 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഈ PDF ചെറിയൊരു എമൗണ്ട് നിങ്ങൾ തരണം കേട്ടോ. ചെറിയ എമൗണ്ട്, വലുതെന്നല്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ എമൗണ്ട്. കഴിഞ്ഞ എക്സാമിന് ധാരാളം പേര് PDF നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പഠിച്ചിട്ട് എക്സാം ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു കുട്ടി എക്സാം കഴിഞ്ഞ ഉടനെ വിളിച്ചു, സാറേ നിങ്ങളെ PDF വല്ലാതെ ഉപകാരപ്പെട്ടു, ഞാൻ അത് മാത്രം നോക്കിയിട്ടുള്ളൂ. ഈ ഒരു 6 മാസത്തിൽ ഞാൻ എക്സാമിന്റെ തലേ ദിവസം ഇങ്ങനെ നോക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നലെ സാറിന്റെ യൂട്യൂബിലത്തെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു സന്തോഷം അറിയിച്ചു. അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. അവർ പറയേണ്ട 70% മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ത് ചെയ്യുക, കമന്റുകളിലായിട്ടൊക്കെ അറിയിക്കുക കേട്ടോ. നോക്കൂ മക്കളെ, ചെറിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നുള്ളൂ. നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്ട്രിക്ട്ലി ഫ്രം ഇഗ്നോ ബുക്ക് നിന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് പ്ലസ് ആൻസർ സെലക്ട് ചെയ്തിട്ടുള്ള ഇവിടുന്ന് മാത്രമാണ്, ഇഗ്നോ ബുക്ക് നിന്ന് മാത്രമാണ്. അല്ലാതെ നമ്മൾ എന്തെല്ലാം ChatGPT ജെമിനി പോലത്തെ AI ടൂൾ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓരോ ബ്ലോക്ക് വൈസ് മാപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കും നോക്കി അനലൈസ് ചെയ്തിട്ട് പ്രധാനപ്പെട്ടത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അത് മൊത്തം നോക്കിയിട്ട് മാത്രമാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല ലാസ്റ്റ് 6 സെഷൻ അനലൈസ്ഡ് അല്ലെ, ലാസ്റ്റ് 6 എക്സാം അനലൈസ് ചെയ്തിട്ട് മാത്രം അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഗസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്ത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പ്ലസ് അതിന്റെ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജനറേഷൻസ് അല്ലെ, ഓരോ ജനറേഷൻസ് ഉണ്ട് നമുക്ക്. കമ്പ്യൂട്ടറിന് ഓരോ ജനറേഷൻസ് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറിന്റെ ഏതൊക്കെ ജനറേഷനിൽ കമ്പ്യൂട്ടറിന് കടന്നു പോയിട്ടുണ്ട്, ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് കമ്പ്യൂട്ടറിനുള്ളത്, അത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതില്ലാതെ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ഒരു കമ്പ്യൂട്ടറിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് എന്നുള്ളതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം മക്കളെ. 20 മാർക്കിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കൂ, ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ മുമ്പിൽ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കൂ. 2025 ഡിസംബറിൽ ലാസ്റ്റ് നടന്ന എക്സാം, നമ്മളെ ഇഗ്നോയുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസിന്റെ ലാസ്റ്റ് എക്സാം ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഇവിടെ അതിനകത്ത് ഇത് പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ ജനറേഷനെ പറ്റിയൊക്കെ ഓരോന്നിനകത്തും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ദെൻ താഴെ ഭാഗത്ത് നോക്കൂ. അതേപോലെ തന്നെ വേറെ 2025 ജൂണിൽ അതിന് മുമ്പ് നടന്നിട്ടുള്ള
ക്വസ്റ്റ്യൻ എക്സാം ആണ്. അതിലെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കമ്പ്യൂട്ടർ ജനറേഷൻ? അല്ലെ, നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ. എന്താണ് കമ്പ്യൂട്ടർ ജനറേഷൻ കൊണ്ട് ഈ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. 1 മാർക്കിന്റെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. എത്രയാണ് ടോട്ടൽ? ഇവിടെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എക്ക് എത്ര ഉണ്ട്? 10 മാർക്ക്. ബിക്കും എന്ത് ചെയ്യുന്നു? 10 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അവസാനം വരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു PDF നിങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. അതേപോലെ നോക്കൂ, 2024 ഡിസംബറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ്. നോക്കൂ മക്കളെ, 100 മാർക്ക് നമുക്ക് എക്സാമിനുള്ളത് കേട്ടോ. 100 മാർക്ക് വേണം. ഡിഗ്രി വിദ്യാർത്ഥികളായ നമുക്ക് 35 മാർക്ക് കിട്ടിയാൽ തന്നെ പാസ്സാവും. നിങ്ങൾ അത് നോക്കരുത്. നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. 40 മാർക്കാണ് PGക്കാർക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത്. 3 മണിക്കൂർ ഉണ്ടാകുള്ളൂ. ആ 3 മണിക്കൂർ നമ്മൾ എന്താ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. വേറെ എന്ത് ചെയ്യാതെ ലാപ്സാക്കി കളയരുത്. മക്കളെ നോക്കൂ, 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 5 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ഇവിടെ നോക്ക്, എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള 14 ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ജനറേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇതാണ് പ്രധാനപ്പെട്ട അതിൽ വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2025 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2023 ഡിസംബറിലും ചോദിച്ചിട്ടുണ്ട്. 23 ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് എന്നുള്ള പാഠത്തിൽ നിന്ന് വരുന്നതാണ്. ബ്ലോക്ക് 1 ക്വസ്റ്റ്യൻ ആണത്. നോക്കൂ മക്കളെ, ഇതിനകത്ത് എന്തൊക്കെയാണ് പിന്നെ പറയുന്നത്? നിങ്ങൾക്ക് ഡിസ്കസ് ദ ജനറേഷൻ വൈസ് ഇവാലുവേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ആൾസോ ക്ലാസിഫൈ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആൻഡ് ടെക്നോളജി ആൻഡ് കമ്പയർ അലോങ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ വരെയുള്ള പണ്ടത്തെ യുഗം മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ എന്താണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവാലുവേഷൻ എന്ത് ചെയ്യണം? എവല്യൂഷൻ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇവിടെ ഓരോ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതകൾ എന്താണ്, കാര്യങ്ങളൊക്കെ ഓരോന്ന് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ അതിവിടെ നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മക്കളെ? മീനിങ് ഓഫ് കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഡ്സ് അതേപോലെ തന്നെ ഹിക്കായത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഇതേപോലെ എഴുതി കൊടുക്കുക. എവരി ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ പഠിച്ചിട്ട് എഴുതാൻ പറ്റും. മക്കൾ ഇത് നോക്കുക, പഠിക്കുക, അർത്ഥം വെക്കുക. ഇത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് മീനിങ് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചു പോകാം കേട്ടോ. ഏത് സമയത്ത് എന്ത് ചെയ്യുക? ഡബിൾ ഇൻവേർട്ടർ കോമ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എഴുതാൻ പറ്റുന്നത് അങ്ങനെ ചെയ്താൽ ഡബിൾ ഇൻവേർട്ടർ കോമ ഇടാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരു കോളത്തിലാക്കി വെക്കുക. കുറെ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി കൊടുക്കാൻ പറ്റും. അതാ നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വെക്കണം? പെട്ടെന്ന് ഇത് ക്യാപ്ചർ ചെയ്യാൻ കഴിയണം, ക്യാച്ച് ചെയ്യാൻ കഴിയണം. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് താഴെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ദ 6th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഇതാണ് പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ എന്ന് പറയുന്നത്. 1940 മുതൽ 56 വരെയുള്ള പ്രൈമറി ഘട്ടം എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷൻ അന്ന് മുതലാണ് ആദ്യം 1940 എന്ത് ചെയ്യുന്നത്? 1940 ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സിലബസിലുള്ളത് പ്രകാരം പഠിക്കാനുള്ളതാണ്. സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത്, സിക്സ്ത്, ഫിഫ്ത്ത് പറഞ്ഞിട്ട് 6th ജനറേഷൻ വരെ പഠിക്കാൻ 2020 ഓൺവാർഡ്സ്. അതിന് മുകളിലേക്കുള്ള പുതിയ മൈക്രോ ടെക്നോളജി അടക്കമുള്ള ഇന്നത്തെ കാലത്തിലുള്ള ടെക്നോളജികളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഈ 6 ഫസ്റ്റ് മുതൽ 6th വരെയുള്ള ജനറേഷൻ എന്ന് പറഞ്ഞത് ഇതിന്റെ വർഷം വരെ നിങ്ങൾ കണ്ടെക്കണം. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഗ്രാഫ് രൂപത്തിൽ പ്രസന്റ് ചെയ്യാം. വേറെ ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ജനറേഷൻ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ സെന്ററിൽ കൊടുക്കുന്നു. അതിന്റെ 4 ഭാഗത്തേക്ക് ലൈൻ വരച്ചിട്ട് ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് ഈ വർഷങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കൊടുക്കാൻ പറ്റും. എന്നിട്ട് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് വിശദീകരിക്കുക. ഓരോ ജനറേഷന്റെ ഹെഡിങ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഓരോന്ന് ഫസ്റ്റിൽ എന്നുള്ളത് പറഞ്ഞിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിനകത്ത് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക മക്കൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ. രണ്ടാമത്തത് ആയി തന്നെ ചോദിച്ചതാണ് ക്ലാസിഫിക്കേഷൻ ബൈ സൈസ് ആൻഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കണം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അനലോഗ് VS ഡിജിറ്റൽ കമ്പ്യൂട്ടർ അത് അനലോഗ് എന്നാണ് കേട്ടോ. മുകളിൽ വായിച്ച് തെറ്റിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ ബേസിസ്, അനലോഗ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. ദെൻ എൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഡെസ്ക്ടോപ്പ്, നോട്ട്ബുക്ക്, സ്മാർട്ട് ഫോൺസ് ഒക്കെ അതിന് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് ഇപ്പൊ നോക്കൂ മക്കളെ, കൺക്ലൂഷൻ. ഓരോ ക്വസ്റ്റ്യന്റെ അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം? കൺക്ലൂഷൻ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക? അവസാന ഭാഗത്ത് കൺക്ലൂഷൻ എന്നുള്ള ഭാഗം നിങ്ങൾ എന്തായാലും കൊടുക്കണം. ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കൺക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക.
അത് പഠിച്ചു പോയാൽ ഇത് എഴുതാൻ പറ്റും നിങ്ങൾക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. PDF ആവശ്യമുള്ളവർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വാട്സപ്പിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു 14 ക്വസ്റ്റ്യൻ പഠിക്കാതെ ശനിയാഴ്ച അല്ലെങ്കിൽ എന്നാണ് എക്സാം ഉള്ളത് ആ എക്സാമിൻ്റെ ഹാളിലേക്ക് നിങ്ങൾ പോകരുത്. തീർച്ചയായിട്ടും ഈ 14 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രഡിക്റ്റീവ് ഗസ് പേപ്പറാണ്. ഇത് നോക്കി എവിടുന്നാണ് നിങ്ങൾക്കുള്ള പരീക്ഷയാണ്, നിങ്ങളുടെ സമയമാണ്, നിങ്ങൾക്ക് വരുന്ന സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങളുടെ ഡിഗ്രിയാണ്. അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഈ പ്രധാനപ്പെട്ട ഈ 14 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും അത് നോക്കി പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമുകളിലേക്ക് പോവുക. നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളെ PDF മാത്രമേ പഠിച്ചാലേ ജയിക്കുള്ളൂ നമ്മൾ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് തരുന്ന അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ട് റിവിഷൻ ആയിട്ട് നിങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഇത് നോക്കാതെ പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല. ഇത്രയൊന്നും ഫേമസ് ആയിട്ട് യൂട്യൂബാരും അങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഓരോന്ന് തന്നു തുടങ്ങിയിട്ടില്ല. അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്കൊക്കെ വലിയ ഭാഗ്യമാണ് ഈ ഒരു കാലത്ത് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ തലേ ദിവസം നോക്കിപ്പോയാൽ തന്നെ എക്സാമിൻ്റെ 80% മാർക്ക് വാങ്ങാനുള്ള ചാൻസസ് ഇന്ന് വളരെ കൂടുതലാണ് അല്ലേ. നമുക്ക് ഭയങ്കര ഭാഗ്യവാന്മാരാണ്. നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പർപ്പസ്, ഫങ്ഷൻസ്, ടൈപ്സ് അല്ലേ. ഓപ്പറേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ആൻഡ് ലാംഗ്വേജ് പ്രോസസ്സ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ലാംഗ്വേജ് പ്രോസസ്സ് എന്നുള്ള കാര്യം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, വെബ് ബ്രൗസേഴ്സ് അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ടൈപ്സ് അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട ടൈപ്പുകൾ ഏതൊക്കെയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, നിങ്ങളിത് മിസ്സാക്കരുത്. ഓരോന്നും ഡാറ്റ മോഡൽസ് അല്ലേ, അബ്സ്ട്രാക്ഷൻസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുക. സൈബർ സെക്യൂരിറ്റി, IT സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾ മക്കൾ അത് നോക്കാതെ പോകരുത്. എന്തായാലും അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. ഇന്റർനെറ്റ് സർവീസസ്, ഇമെയിൽ അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, അത് നോക്കിയിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പോവാൻ കേട്ടോ. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു നോളജ് ഉണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ട് എപ്പോഴും കാണുന്ന ഓരോ വേർഡ്സുകളും കാണുന്ന ടേംസുകളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഇതിൽ നോക്കിപ്പോയാൽ നല്ല മാർക്ക് വാങ്ങുക, ഇതിന്റെ ക്രെഡിറ്റിന് അനുസരിച്ച് നല്ല സ്കോർ ചെയ്യുക. ക്രെഡിറ്റ് മാർക്കൊക്കെ കൂട്ടാൻ പറ്റും. ക്യാപ്ച OTP അല്ലേ, ക്യാപ്ച അറിയാത്തവരാരും ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റിന്റെ എല്ലാ പർപ്പസിനും നമ്മൾ സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്യാപ്ച എൻ്റർ ചെയ്യണം. നമുക്കൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ OTP സെറ്റ് ചെയ്യണം. OTP വരും, അടിച്ചു കൊടുക്കണം അല്ലേ. അതേപോലെ 2 ഫാക്ടർ വെരിഫിക്കേഷൻ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവർക്ക് എന്താണ് 2 ഫാക്ടർ വെരിഫിക്കേഷൻ, ഒതന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ലോക്കുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോവുക. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് മക്കളെ. 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരാന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതുണ്ട്. അതേപോലെ 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ, പ്ലാസ്റ്റിക് മണി അല്ലെ, ഈ പേയ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മക്കളെ. വേൾഡ് പ്രൊസീഡിംഗ് മെയിൽ മെർജ് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ബിസിനസ് പ്രസന്റേഷൻ അല്ലെ. അതേപോലെ യൂട്യൂബ് ഇൻ ബിസിനസ് അല്ലെ, ബിസിനസ്സിൽ യൂട്യൂബിന്റെ ഇൻവോൾവ്മെന്റ്. ഇപ്പൊ അധിക ഡോക്ടർമാർക്ക് യൂട്യൂബ് ഉണ്ട്. ഏതൊരു ബിസിനസ്സിനാണെന്നുണ്ടെങ്കിലും യൂട്യൂബിന്റെ സ്വാധീനം ഉണ്ട് അല്ലെ. ഇവൻ ഏതൊരു എഡ്യൂക്കേഷൻ സ്ഥാപനം എടുത്തു വെക്കുന്നുണ്ടെങ്കിലും യൂട്യൂബിന്റെ സ്വാധീനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു ഉദാഹരണം തന്നെയാണ് നമ്മളെ ലേണിക്സ് ആപ്പൊക്കെ, മൈ ലേണിക്സ് ഒക്കെ അതിനൊരു ഉദാഹരണം തന്നെയാണ് കേട്ടോ മക്കളെ. അപ്പൊ ഈ ഭാഗം ഇതിനകത്ത് വരുന്നതാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇവിടെ യൂട്യൂബാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ MS Excel അല്ലെ, MS ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫോർമുലകൾ, ഫംഗ്ഷൻസ്, അഡ്രസ്സിങ്, ഓരോ ഇക്വേഷനുമായി ബേസിട്ട് MS സോഫ്റ്റ്വെയർ, എക്സൽ അറിയുന്ന ആളുകൾക്ക് അതൊക്കെ കറക്റ്റ് അറിയാം. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. റേഷ്യോ അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു കാര്യം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതൊക്കെ എക്സലുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനുള്ളതാണ്. അപ്പോൾ മക്കൾ നോക്കൂ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് BCOS 183 എന്നുള്ളത്. PDF ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമേഷൻ പ്രകാരമായിരിക്കും റീപ്ലൈ വരുന്നത്. നമുക്ക് ഇതിൻ്റെ പല വിദ്യാർത്ഥികളും ഒരേ സമയത്ത് വ്യത്യസ്ത വിദ്യാർത്ഥികൾ മെസ്സേജ് അയക്കുന്നത് കൊണ്ടുള്ള ഒരു സ്പീഡ് നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളത്. ആരും പേടിക്കേണ്ട. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കാട്ടോ. ചെറിയ പേയ്മെന്റ് വരുന്നുള്ളൂ. കൂടെ പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.